ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചിക്കൻ മേടിക്കാനായിട്ട് പുറത്തു പോയതാണ്. പക്ഷേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും പുറത്തുനിന്നാണ് കഴിച്ചത്. ഞാനും ചേട്ടനും പൊറോട്ടയും മുട്ടക്കറിയും തിങ്കൾ ഇടിയപ്പവുമാണ് കഴിച്ചത്. ഇന്ന് ചിക്കൻ നമ്മൾ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തിങ്കളിന് ചിക്കൻ പൊരിക്കണമെന്ന് പറയും. എന്ന് ചിക്കൻ മേടിച്ചാലും അവൾക്ക് പൊരിക്കണം. അവൾക്ക് പൊരിക്കാനായിട്ട് ഞാൻ 2-3 പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഒഴിച്ചാൽ കൂടിപ്പോയി. ഉപ്പ് വെള്ളമായതുകൊണ്ടാണ് അങ്ങനെ ഞാൻ വെള്ളം മാറ്റി കളഞ്ഞു. അതിൽ മസാല ചേർത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാമൊക്കെ ചേർത്ത് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. ഇന്ന് ചിക്കൻ കറി വയ്ക്കുന്നത് ചേട്ടനാണ്. അതുകൊണ്ട് തന്നെ ചിക്കനും കറിക്ക് വേണ്ട ഉള്ളി അരിഞ്ഞതും എല്ലാം സകലതും ചേട്ടനാണ്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, തക്കാളിക്ക, മല്ലിയില, പുതിനയില ഒക്കെ വെച്ച് നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ബീഫ് ഉണ്ടാക്കിയില്ല, അതേപോലെ ഇതൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. ഒരു 5-6 പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് വാടി വരണം. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വളരെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടല്ലേ, സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ചോറൊക്കെ വലിയ പാടാണ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ ഇന്ന് കിഴങ്ങാണ്. ഇതിനകത്തേക്ക് വലിയ മൂർച്ചയുള്ളത് കൊണ്ട് തന്നെ പേടിച്ചാണ് വെട്ടുന്നത്. കൈ ഇന്നലെ മുറിഞ്ഞു, കൂടെ കൈ ഇപ്പം മുറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് കണ്ടിക്കാൻ വലിയ പേടിയാണ്. ചിക്കനാണെങ്കിൽ പിന്നെ കിഴങ്ങ് മസ്റ്റാണല്ലോ. ഇവിടെ കിഴങ്ങ് വയ്ക്കുമ്പോൾ അരപ്പരച്ച് ചേർക്കില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് അരിഞ്ഞിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെയൊക്കെ ഇട്ട മസാലയാണ്. അത് ജസ്റ്റ് ഒന്ന് അനത്തി എടുത്തിട്ട് മിക്സിയിൽ വെള്ളം ചേർത്ത് അരച്ചിട്ട് നമ്മൾ ഈ അരപ്പ് കൊണ്ട് ഇപ്പോൾ തന്നെ ചിക്കൻ പെട്ടെന്ന് വേവുമല്ലോ, അതിലങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മിക്സ് എല്ലാം ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ ഒരു നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് മുളക് പൊടീൻ്റെ. നമ്മളതിൽ എണ്ണയൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് കൂടുതൽ എണ്ണ ചേർത്ത് കടുവറുത്ത് താളിച്ചൊഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. കുറച്ച് ഉലുവയും കൂടെ കടുവറുത്തപ്പോൾ അതിൽ ഒഴിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഉലുവ ഇടുമെന്ന് അറിയില്ല, ഇവിടെയൊക്കെ ചിക്കനൊക്കെ വെക്കുമ്പോൾ ഉലുവ ഇടും. കറിയായിട്ട് മുരിങ്ങയിലയും ചീരയും വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ്. ചേട്ടനാണ് അത് ഉണ്ടാക്കുന്നത്. എന്തോ ഒരു ദാൽ കറി എന്ന് പറയും, തോരൻ പരിപ്പൊക്കെ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീട്രൂട്ട് തോരത്തിന് അരിയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കിഴങ്ങും ഈ ദാൽ കറി അങ്ങനത്തെ കറിയൊന്നും കൂട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് വേണ്ടിയിട്ടാണ് ബീട്രൂട്ട് തോരൻ വെച്ചത്. അപ്പോൾ ഇത് നമ്മൾ സാമ്പാർ വയ്ക്കുന്ന കണക്ക് തന്നെ എല്ലാം കൂടെയൊക്കെ മിക്സാക്കി ഇതിൽ കുറച്ച് ചേമ്പിൻ്റെ തണ്ടും കൂടെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കറിയിൽ. ഞാൻ ഈ കറി കൂട്ടി നോക്കിയില്ല. പിന്നെ ഞാൻ ചിക്കനും തോരനും ശകലം കിഴങ്ങും കൂടെ എടുത്ത് ചോറ് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ.